നമസ്കാരം. രാജ്യത്തെ നിയമനിർമ്മാണ സഭകളിൽ വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുന്ന വനിതാ സംവരണ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിർണായക നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ. നിലവിലെ പട്ടികജാതി വർഗ സംവരണ സീറ്റുകൾ ഉൾപ്പെടെയാകും വനിതകൾക്കായി 33% സീറ്റുകൾ നീക്കിവെക്കുക. ഈ സംവരണ സീറ്റുകൾ പിന്നീട് റൊട്ടേഷൻ സംവിധാനത്തിലൂടെ മാറിവരുമെന്നതാണ് പുതിയ ഭേദഗതിയിലെ പ്രധാന സവിശേഷത. വിഷുവിന് പിന്നാലെ കൂടുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഈ നിയമ ഭേദഗതികൾ ചർച്ച ചെയ്യും. ലോക്സഭയിലെയും നിയമസഭകളിലെയും അംഗസംഖ്യ 50% വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. വനിതാ സംവരണത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണയ്ക്കുന്നതിനാൽ പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷത്തോടെ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ സർക്കാരിന് എളുപ്പം കഴിയുകയും ചെയ്യും. 15 വർഷത്തേക്കാകും പ്രാഥമിക ഘട്ടത്തിൽ സീറ്റുകൾ സംവരണം ചെയ്യുകയെന്നും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അതേസമയം പുതിയ മണ്ഡല പുനർനിർണയം കേരളം പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയവും ഭരണപരവുമായ തിരിച്ചടിയാകുമെന്ന ആശങ്ക ശക്തമാണ്. ജനസംഖ്യ ആനുപാതികമായി സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകും. 80 എംപിമാരുള്ള ഉത്തർപ്രദേശിൽ അംഗസംഖ്യ 120 ഉയരുമ്പോൾ കേരളത്തിലെ എംപിമാരുടെ എണ്ണം 20-ൽ നിന്നും 30 മാത്രമേ വർദ്ധിക്കൂ. തിരുവനന്തപുരത്തെ ലോക്സഭാ സീറ്റുകൾ 2-ൽ നിന്നും 3 ഉയരും. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഇതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ തഴയപ്പെടുമെന്ന് വിമർശനം ഉയരുന്നുണ്ട്. സാമ്പത്തിക വിഹിതം നിശ്ചയിക്കുന്നതിലും ഭരണപരമായ തീരുമാനങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആധിപത്യം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകും. 2029-ലെ പൊതു തെരഞ്ഞെടുപ്പോടെ വനിതാ സംവരണം പൂർണ്ണമായും നടപ്പിലാക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പായ സെൻസസും അതിനുശേഷം മണ്ഡല പുനർനിർണയവും പൂർത്തിയാക്കിയ ശേഷമേ സംവരണം നടപ്പിലാക്കൂ എന്ന് 2023-ൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ഇതിനായുള്ള നടപടികൾ വേഗത്തിലാക്കാനാണ് പുതിയ നിയമ ഭേദഗതികൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. 27 വർഷമായി നീണ്ടുനിന്ന തർക്കങ്ങൾക്കൊടുവിൽ 2023-ലാണ് വനിതാ സംവരണ ബില്ല് പാസ്സായത്. അന്ന് 454 എംപിമാരുടെ പിന്തുണ ബില്ലിന് ലഭിച്ചിരുന്നു. സീറ്റുകളുടെ റൊട്ടേഷൻ സംവിധാനം വരുന്നതോടെ ഓരോ മണ്ഡലത്തിലും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ വാദം. എന്നാൽ മണ്ഡല പുനർനിർണയത്തിലെ അപാകതകൾ പരിഹരിച്ചില്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്വാധീനം പാർലമെന്റിൽ കുറയുമെന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കും. സംസ്ഥാന നിയമസഭകളിലും സമാനമായ രീതിയിൽ 50% സീറ്റുകൾ വർദ്ധിക്കുന്നതോടെ പ്രാദേശിക രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങളുണ്ടാകും. വരുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ഈ സീറ്റ് വിഭജനത്തിലെ അസന്തുലിതാവസ്ഥ ഉയർത്തിക്കാണിക്കാനാണ് സാധ്യത. വനിതാ സംവരണത്തെ അനുകൂലിക്കുമ്പോഴും കേരളം നേരിടുന്ന പ്രാതിനിധ്യക്കുറവ് പ്രധാന ചർച്ചാ വിഷയമായി മാറും. ഓരോ 3 പൊതു തെരഞ്ഞെടുപ്പുകൾ കൂടുമ്പോഴും സംവരണ മണ്ഡലങ്ങളിൽ മാറ്റം വരുത്തുന്ന രീതിയാകും റൊട്ടേഷൻ സംവിധാനത്തിലൂടെ നിലവിൽ വരിക. വനിതാ സംവരണവും മണ്ഡല പുനർനിർണയവും ഒരുമിച്ച് വരുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വരാനിരിക്കുന്ന നിയമ ഭേദഗതികൾ പാസ്സാകുന്നതോടെ ഇന്ത്യൻ ജനാധിപത്യം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കും. ഭരണഘടനയുടെ 128-ാം ഭേദഗതി ബില്ലിലൂടെയാണ് ഈ മാറ്റങ്ങൾ നിയമപരമാക്കാൻ പോകുന്നത്.